ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായമൊക്കെ പറയാനുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും ഇന്ന് നമ്മളെ ഓണപ്പരിപാടിയാണ്. ഓക്കെ, ഇപ്പം എല്ലാവരും പറയുന്നത് നിങ്ങൾ എവിടെയാണ് ഇപ്പം ഞാൻ പഠിച്ചതെന്ന് ചോദിച്ചു. ഇപ്പം നമ്മളുള്ളത് എയ്സിലാണ്. ഓക്കെ, മഞ്ചേരി എയ്സിലാണ് നമ്മളുള്ളത്. എന്തായാലും നമ്മൾ ഇപ്രാവശ്യത്തെ ഓണപ്പരിപാടി സത്യം പറയാലോ കിട്ടില്ല ഓണപ്പരിപാടി. നമ്മളുടെ ഫസ്റ്റത്തെ ഓണപ്പരിപാടിയാണ് ഇപ്രാവശ്യം. അതായത് കോളേജ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ ആദ്യത്തെ ഓണം. എന്തായാലും കോളേജത്തെ ഓണപരിപാടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഓണപരിപാടി സത്യം പറയാലോ കിടില ഓണപരിപാടിയാണ്. നമ്മളേതായാലും ഇത്രയ്ക്കൊരു അടിപൊളിയായിട്ട് കിട്ടുന്നത് എന്തായാലും കരുതിയിട്ടില്ലേ. അപ്പോൾ എന്താ സത്യം അടിപൊളി പരിപാടി നമുക്ക് കിട്ടി. കിഡില സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. ഏകദേശം നമ്മളൊരു ഉച്ചയ്ക്ക് 12:30 മുതൽ സദ്യക്കുള്ള ടൈം കഴിഞ്ഞു. നമ്മളെ ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോൾ 2:30-3:30 ആയി തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷമൊക്കെ കിടിലം പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാരി ഉടുപ്പിക്കൽ പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റത്തെ ഒരു ഭാഗം ഞാൻ സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് വീഡിയോ എടുക്കണം എന്ന് തന്നെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ എയ്സിൽ നമ്മളൊരു യൂട്യൂബറാണെന്ന കാര്യം പലരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇറങ്ങിയതോടുകൂടി ഓണത്തിന് ശേഷം ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണാൻ എന്തായാലും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മളിപ്പം അതായത് പിറകിലായതുകൊണ്ടാണ് കുറച്ചൊരു ഇതായത് സൂമിങ് കിട്ടാതിരുന്നത് നമുക്ക്. പിന്നെ വടംവലിയും കാര്യങ്ങളൊക്കെ എയ്സിൻ്റെ തൊട്ടപ്പുറത്തിലുള്ള ആ ഒരു സ്കൂളിൻ്റെ മുമ്പിലായിരുന്നു കേട്ടോ. സ്കൂൾ ഗ്രൗണ്ടിൻ്റെ മുന്നിലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തിയത് ആരാ വെച്ചാൽ നമ്മളെ റീഡിങ് ആരെയുണ്ടോ. പിന്നെ നമ്മളും കമ്മിറ്റിയിലൊക്കെ ഉണ്ടായത് തന്നെ നമ്മൾ കുറച്ചൊക്കെ ആക്റ്റീവ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു അടിപൊളിയായി. പിന്നെ ഫുള്ള് പാട്ട് ഡാൻസ് ഇതായി ചക്കന്മാരെ സംബന്ധിച്ചാൽ ചക്കന്മാർ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇതായി കേട്ടോ ഒരു അടിപൊളി സംഭവം. അതായത് ഈ ഒരു പരിപാടിയിൽ ഏറ്റവും കളറായത് ഇതായിരുന്നു. പാട്ടിടുന്ന ഡാൻസ് കളിക്കുന്നത്, പാട്ടിടുന്ന ഡാൻസ് കളിച്ചത്. എന്തായാലും അവിടെ എല്ലാവരും താളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു അടിപൊളി വൈബ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ ലാസ്റ്റ് കുറേ പരിപാടിയും കാര്യങ്ങളും അല്ലാതെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കുറേ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നമ്മൾ ഏകദേശം ഒരു 9:30-ഒക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. 9:30. പിന്നെ എല്ലാവരും എത്തും വേണം. പിന്നെ പ്രോഗ്രാമിലുള്ള ആളുകൾ എത്താൻ കുറച്ച് ടൈമും കാര്യങ്ങൾ ചെറിയൊരു ഡീലൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിൽ ചില വീഡിയോ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് എടുത്ത വീഡിയോ ഇത് നിങ്ങൾ കാണുന്നത്, പക്ഷേ അതിന് മുമ്പ് എടുത്ത വീഡിയോസും കുറേ ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം ഓണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വീഡിയോ വേണമെന്ന് അപ്പം തന്നെ കരുതിയതായിരുന്നു. അപ്പം പരിപാടി ഒരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു. സ്റ്റേജിലെ പരിപാടികളൊക്കെ നമ്മളൊരു ഹാളിൽ വെച്ചിട്ടാണ്, നമ്മളെ ഏറ്റവും മുകളിലുള്ള ഹാളിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ നമുക്ക് എന്തായാലും പറ്റുമോ മാക്സിമം പരിപാടി കാര്യങ്ങളും തീർക്കാൻ കഴിഞ്ഞു. പിന്നെ വടംവലിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പുറത്തൊക്കെ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഉറിയടി കുറച്ച് മത്സരങ്ങൾ നമുക്ക് മാറ്റേണ്ടി വന്നു. സോ എന്തായാലും ഡാൻസും കാര്യങ്ങളൊക്കെ സോ അടിപൊളി. നമ്മളെ റീഡിങ്ങാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കിഡിലനായിരുന്നു. നമ്മൾ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാവർക്കും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിഡിലൻ പരിപാടി തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. എനിക്ക് ചിലപ്പോൾ ഞാൻ ഓണാക്കിയാൽ നമുക്ക് മിക്കവാറും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അതാണ് ഞാൻ മ്യൂസിക് ഓൺ ചെയ്യാതിരുന്നത് കേട്ടോ. എന്തായാലും പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരു വൈബായിട്ടുള്ളൊരു അട്രാക്ഷൻസ് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഞാൻ അധിക വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നാലും എടുത്ത ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ പക്കയായിട്ട് നിങ്ങൾക്ക് എന്തായിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മളെ ഓണം 2 ടീമായിട്ടായിരുന്നു നമ്മളെ ഓണപ്പരിപാടി ഉണ്ടായിരുന്നത്. സോ അങ്ങനെ 2 ടീം AB 2 ടീമിന് പേരുണ്ട്. സോ പേരും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും കിടിലം പേരും കാര്യങ്ങളും. ഇത് നമ്മളെ ടീം ക്യാപ്റ്റനാണ് കേട്ടോ, നമ്മളെ സഞ്ജുവേട്ടൻ അങ്ങനെ തന്നെ പറയണം, നമ്മളെ ടീം ക്യാപ്റ്റനാണ്. സോ എന്തായാലും നമ്മുടെ വടംവലി മത്സരം അതൊരു അടിപൊളി മൊമെൻ്റായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഏറ്റവും അവസാനമുള്ള ഭാഗമാണ്. സോ ഞാൻ കട്ട് ചെയ്ത് റെഡി ആക്കിയതായിരുന്നു. പിന്നെ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സോ നമ്മളെ ക്ലാസ്സിൽ നിന്ന് വടംവലിക്ക് ഇറങ്ങിയത് നമ്മളെ റിംസാനായിരുന്നു. എന്തായാലും റിംസാനെ ഈ വീഡിയോയിൽ മാത്രമല്ല നമ്മുടെ അടുത്ത എല്ലാ വീഡിയോയിലും റിംസാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഒന്നും പറയാനും കഴിയുന്നില്ലല്ലോ. ഓക്കെ, പിറകിൽ നിൽക്കാൻ കേട്ടോ റിംസാന്. എന്തായാലും നമ്മുടെ ടീമിന് ഫുൾ സപ്പോർട്ട് കൊടുത്തു. പക്ഷെ ഭാഗ്യമല്ലെന്ന് തന്നെ പറയാം, നമ്മുടെ ടീമിന് വിജയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമുക്കിപ്പോൾ എന്തുണ്ടായിരുന്നു, സമ്മാന ചടങ്ങ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ
പ്രോഗ്രാം എന്തായാലും അടിപൊളി പ്രോഗ്രാം. നമുക്ക് 1 മണിക്കൂറോളം, നമ്മളിപ്പോൾ ലാസ്റ്റ് 1 മണിക്കൂറോളം നമുക്ക് DJ പരിപാടിയാണ് ഉണ്ടായിരുന്നത്, വടംവലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം. ഓക്കെ, ഇപ്പോഴും നമുക്ക് കറക്റ്റ് നമ്മുടെ ശ്രീജിത്തിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെയും അവിടെ കയറിയപ്പോൾ പിന്നെയും പാട്ട് ഡാൻസ് ആയിരുന്നു. എന്തായാലും പിള്ളേരെല്ലാവരും അടിപൊളിയാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, അടിപൊളി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആക്റ്റീവായി നിന്ന സംഭവം അടിപൊളിയായിട്ട് പോകും. എന്തായാലും ഇതായിരുന്നു നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം. ഞാൻ എന്തായാലും ഓണത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് കരുതിയിട്ടുണ്ടായിരുന്നത്. സോ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്, വീഡിയോ എടുക്കാനും പറ്റി. എന്തായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വോയിസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നത്. കാരണം എന്താ വെച്ചാൽ ചില വീഡിയോസിന് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടലുണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോൾ. സോ എന്തായാലും പരിപാടി അടിപൊളി പരിപാടി. ഞാനിപ്പോൾ ഇത് കുറേ വട്ടമായി പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് തന്നെ വീഡിയോ ചെയ്തിട്ട് അന്ന് തന്നെ ചെയ്യാനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വോയിസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയത്. പാട്ടുകാരൻ നഗിലാണ്. ഓക്കെ, നഗിലിന് നമ്മളെ ക്ലാസ്സിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്താ പറയും. അൻഷുബിറ്റൊക്കെ ഡാൻസ് ആണെങ്കിൽ ഇംഗ്ലീഷ് എല്ലാവരും എന്തായാലും പൊളിച്ചിടും. ഡാൻസ് കളിച്ച് പൊളിക്കരുത് എല്ലാവരും ഓണത്തിന്. ടൈറ്റാക്കിന് ഷൂ പറഞ്ഞ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക, നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, മാക്സിമം കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പം കുറച്ച് ഇൻസ്റ്റയിൽ കുറച്ച് ആക്റ്റീവ് ആവുന്നതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. സോ എന്തായാലും നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഹാപ്പി ഓണം. ടൈറ്റാക്കി